അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്വർഗരാജ്യത്തെ രാജകുമാരൻ്റെ വിവാഹവിരുന്നുമായി സാദൃശ്യപ്പെടുത്തി കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് മത്തായി 22:1-14 വരെയുള്ള വാക്യങ്ങൾ. വിവാഹവിരുന്നിൻ്റെ എല്ലാ ക്രമീകരണവും പൂർത്തീകരിച്ചതിന് ശേഷം വിവാഹത്തിന് ക്ഷണിച്ചവരെ വിളിക്കുന്നതിന് രാജാവ് ദാസന്മാരെ അയച്ചു. എന്നാൽ ക്ഷണിക്കപ്പെട്ട എല്ലാവരും തന്നെ ഒഴികഴിവ് പറഞ്ഞ് പിന്മാറി. തുടർന്ന് യജമാനൻ ദാസന്മാരെ അയച്ച് പെരുവഴിയിൽ കണ്ട എല്ലാവരെയും വിവാഹവിരുന്നിലേക്ക് കൂട്ടിവരുത്തി. ഈ വിധത്തിൽ ക്ഷണിച്ച് കൂട്ടിവരുത്തിയവരിൽ ഒരാൾക്ക് കല്യാണ വസ്ത്രം ഇല്ലായിരുന്നു. രാജാവ് അവനോട്, സ്നേഹിതാ, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. മത്തായി 22:12. തുടർന്ന് അവനെ വിരുന്നുശാലയിൽ നിന്ന് പുറത്താക്കി. വഴിത്തലയ്ക്കൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അകത്ത് കടന്ന ശേഷം കല്യാണ വസ്ത്രം ഇല്ല എന്ന കാരണത്താൽ വിരുന്നുശാലയിൽ നിന്നും പുറത്താക്കിയത് എങ്ങനെ ന്യായീകരിക്കുവാൻ കഴിയും? ഇവിടെ ഒരു സംഗതി ശ്രദ്ധിക്കണമായിരുന്നു. വിരുന്നിലേക്കുള്ള ക്ഷണം സൗജന്യമായിരുന്നതുപോലെ തന്നെ കല്യാണ വസ്ത്രവും സൗജന്യമായി തന്നെ നൽകിയിരുന്നു. വിവാഹവിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർക്കെല്ലാം തന്നെ തങ്ങളെ ക്ഷണിച്ച രാജാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ബോധമുണ്ടായി. ഇപ്പോൾ തങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രവുമായി വിവാഹശാലയിൽ പ്രവേശിക്കുന്നതിന് യോഗ്യരല്ല എന്ന ബോധവും അവർക്ക് ഉണ്ടായി. അതിനാൽ അവിടെ തന്നെ സൗജന്യമായി നൽകപ്പെട്ടിരുന്ന വിവാഹവസ്ത്രം ധരിക്കുവാൻ അവർ തയ്യാറാകുകയും ആ വസ്ത്രം ധരിച്ചുകൊണ്ട് വിരുന്നുശാലയിൽ പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ അവരിൽ ഒരാൾക്ക് രാജാവിൻ്റെ മഹത്വത്തെക്കുറിച്ചും താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പോരായ്മയെക്കുറിച്ചും ബോധമുണ്ടായില്ല. അതുകൊണ്ട് ധരിച്ചു കൊണ്ടുവന്ന വസ്ത്രം മാറ്റുകയോ പുതിയ വിവാഹവസ്ത്രം ധരിക്കുകയോ ചെയ്യാതെ വിരുന്നുശാലയിൽ കയറി. രാജാവ് അവനെ പുറന്തള്ളുകയും ചെയ്തു. ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം എല്ലാവർക്കും നൽകിയിരിക്കുന്നു. ദുഷ്ടന്മാർക്കും നല്ലവർക്കും എല്ലാം ഈ ക്ഷണമുണ്ട്. ക്ഷണമുണ്ടായതുകൊണ്ട് മാത്രമായില്ല, ക്ഷണിക്കപ്പെട്ടവർക്ക് തങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് ബോധമുണ്ടാവണം. തങ്ങളുടെ സ്വയനീതിയും മാന്യതയും കപടഭക്തിയും എല്ലാം പഴയ വസ്ത്രം ആണ്. ഇതുവരെയും ജീവിതത്തിൽ വിലയുള്ളതായി കരുതുന്നവ എല്ലാം വില കുറഞ്ഞതായിരുന്നു എന്ന ബോധ്യമുണ്ടാവണം. ഈ ബോധ്യമാണ് അനുതാപം. അനുതപിക്കുന്നവന് കർത്താവിൽ നിന്ന് പാപമോചനം സൗജന്യമായി ലഭിക്കും. സൗജന്യമായി നൽകുന്ന പാപമോചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കല്യാണ വസ്ത്രം. ഈ വിധത്തിൽ കല്യാണ വസ്ത്രം ലഭിച്ച ഒരു വ്യക്തിയെ ചുങ്കക്കാരനായി സക്കായിയുടെ അനുതാപ വാക്കുകളാണ്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ഈ അനുതാപ വാക്കാണ് അവനെ സ്വർഗപ്രവേശത്തിന് യോഗ്യനാക്കിയത്. കർത്താവ് പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ലൂക്കോസ് 19:9. കർത്താവ് സൗജന്യമായി നൽകിയ പാപമോചനം സക്കായി പ്രാപിച്ചു. അവന് കല്യാണ വസ്ത്രം ലഭിക്കുകയും ചെയ്തു. പുതിയ മനുഷ്യനാകുക എന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാന അനുഭവമാണ്. കൊലോസ്യർ 3:9-10 വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. എഫെസ്യർ 4:22-24 വരെയുള്ള വാക്യങ്ങളിൽ നൽകുന്ന ഉപദേശം മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയും വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളണം എന്നാണ്.
ദൈവരാജ്യത്തിലെ അംഗങ്ങളായി തീരുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. ആ ക്ഷണം സ്വീകരിക്കുമ്പോഴാണ് നാം ക്രിസ്തുവിൽ ആയിത്തീരുന്നത്. ക്രിസ്തുവിലായി തീരുമ്പോഴുണ്ടാകുന്ന അനുതാപം നമ്മുടെ പാപം മോചിപ്പിക്കപ്പെടുന്നതിന് തുല്യമാണ്. അതോടെ നാം കല്യാണ വസ്ത്രത്തിന് യോഗ്യരാകുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം മാറി സകലതും പുതുതായി തീരുന്ന അനുഭവം. സൗജന്യമായി നൽകിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച് അനുതാപത്തോട് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നവർക്ക് പാപമോചനം ലഭിക്കുന്നു. അനുതപിക്കാത്തവർ ദൈവത്തിൻ്റെ ന്യായവിധി അഭിമുഖീകരിക്കേണ്ടി വരും. ന്യായവിധി ഉണ്ടാകുന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നവർക്കാ. യോഹന്നാൻ 3:19. ഈ ഉപമയിൽ രാജാവ് നൽകുന്ന ന്യായവിധി വാഹവസ്ത്രം ധരിക്കാത്തവനെ, അതായത് അനുദപിച്ച് പാപമോചനം പ്രാപിക്കാതിരുന്നവനെ കൈയും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞു എന്നതാ. ഓർക്കുക, വിളിക്കപ്പെട്ടവർ അനേകരാ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കവും. മത്തായി 22:14. കർത്താവേ, രാജകീയ വിളി സ്വീകരിച്ച് യഥാർത്ഥ അനുതാപത്തോട് നിങ്കലേക്ക് വരുവാൻ എന്നെയും യോഗ്യനാക്കണമേ. ആമേൻ. നീതിമാനെ ഓർത്തിടുന്ന ദൈവം വീണ്ടും നീതിമാനായി വന്നിടുമേ വാനിൽ. നീതിമാനെ ഓർത്തിടുന്ന ദൈവം വീണ്ടും നീതിമാനായി വന്നിടുമേ വാനിൽ. പാപി നിന്നെ വിളിക്കുന്നു താരൻ, നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം. പാപി നിന്നെ വിളിക്കുന്നു താരൻ, നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം. വാ, നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. വാ, നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം